ഓം ഗം ഗണപതേ നമ. ബ്രഹ്മസാഗരം എന്ന ഈ ചാനലിൻ്റെ ഒരേ ഒരു ലക്ഷ്യം നാം ചെയ്യേണ്ടുന്ന ഈശ്വരീയമായ കാര്യങ്ങൾ അറിവില്ലാത്തവരിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. ഈ ചാനൽ നിരീക്ഷിക്കുന്ന ശുദ്ധാത്മാക്കൾ അതിനുള്ള പരിശ്രമം ഏറ്റെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഏറി വരികയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിരന്തരം അനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ മാറ്റം വരുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ തുടരട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ നിത്യജപം അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സാധന എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നല്ല ശീലമാണ് നമ്മെ നന്മയിലേക്ക് നയിക്കുന്നത്. അത് ചെറിയ രീതിയിൽ ശീലിച്ചാൽ തന്നെ വിദൂര ഭാവിയിൽ നമുക്ക് ശുഭകരമായ അനുഭവങ്ങളായി മാറുന്നതാണ്. ഇത് ഉപവാക്യമെന്നറിയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നാലും താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അതേപടി അനുഷ്ഠിക്കുക. തീർച്ചയായും ആത്മവിശ്വാസവും ആശ്വാസവും നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ദൈവിക മാർഗത്തിലൂടെ നമുക്ക് ഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ നിഷ്കളങ്കതയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ നമുക്കും നമ്മുടെ വരാൻ പോകുന്ന തലമുറയ്ക്കും ഉപയോഗപ്രദമായിരിക്കും എന്നുള്ളതിൽ തെല്ലും സംശയം വേണ്ട. അല്ല എന്ന് തർക്കമുള്ളവരാണെങ്കിൽ കൂടി ദയവായി തുടർന്ന് കേൾക്കുക. നമ്മൾ ഇടപെടുന്ന ഏത് ദൈനംദിന കാര്യങ്ങളിലും കുറച്ചെങ്കിലും സത്യസന്ധത പുലർത്തുക. കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അമിതമായ ലാഭം എടുക്കാതിരിക്കുക. വിശക്കുന്നവർക്ക് അന്നം നൽകുക. പ്രത്യേകിച്ച് മാനസികമായ പ്രശ്നം നേരിടുന്നവർക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ഈശ്വരകൃപയ്ക്ക് ആവശ്യമാണ്. ഈശ്വരകൃപ തന്നെയാണ് ഗുരുകൃപ. ഗുരുകൃപ തന്നെയാണ് ഈശ്വരകൃപ. മനസ്സിൽ കുറിച്ചിടുക. ഭക്ഷണം മാത്രമാണ് ഒരു മനുഷ്യനെ കൊണ്ട് മതി, ഇനി വേണ്ട എന്ന് പറയിക്കുന്ന വസ്തു. സ്വർണമായാലും പണമായാലും ആരും മതി എന്ന് പറയില്ല. അതാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അവസ്ഥ. അവിടെയാണ് ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ മൂല്യം. ദൈവികമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും സഹസ്രനാമം മുതലായ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുൻപും പിതാവിൻ്റെയും മാതാവിൻ്റെയും കുലദേവതയെ ആദ്യം മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം പ്രസ്തുത കർമ്മം തുടങ്ങാൻ. ഗുരുവിനെ ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ ആദ്യം ഗുരുവിനെ ഭജിച്ചിട്ട് വേണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ. എങ്കിൽ മാത്രമേ പരിപൂർണ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എപ്പോഴും ശുദ്ധിയോടുകൂടി വേണം പരിപാവനമായ ഇടങ്ങളിൽ പോകാൻ. മഹാക്ഷേത്രങ്ങളിലേക്കാണ് നിങ്ങൾ ദർശനം നടത്താൻ പോകുന്നതെങ്കിൽ കുറഞ്ഞത് 3 ദിവസമെങ്കിലും മാനസികമായി തയ്യാറായിട്ട് വേണം ദർശനം നടത്താൻ. അതായത് മാനസികമായി വ്രതത്തിലായിരിക്കണം. പോകുന്നതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുവാനും വരും നാളുകളിൽ ദൈവിക പാതയിൽ മുന്നേറുവാനും ഇതുമൂലം ഗുരുകൃപയിലൂടെ ആധ്യാത്മിക മണ്ഡലത്തിൽ ഉന്നത ശ്രേണിയിലെത്താനും ക്രമേണ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ശുദ്ധിയോടുകൂടി വേണം പരിപാവനമായ ഇടങ്ങളിൽ പോകാൻ എന്നു പറഞ്ഞതിൻ്റെ പൊരുൾ പറയാം. മഹാക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത് അഥവാ സ്ഥാപിച്ചിട്ടുള്ളത് താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ്. മാത്രമല്ല പല മഹാക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് പല പുണ്യപുരുഷന്മാരുടെയും സമാധിക്ക് തൊട്ട് മുകളിലായിരിക്കും. അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവന് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് അതിഭയങ്കരമായ ശക്തിവിശേഷം ഉണ്ടായിരിക്കും. അതായത് പോസിറ്റീവ് എനർജി ഇത്തരം സ്ഥലങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. ഇത്തരം ക്ഷേത്രങ്ങളെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചുമുള്ള വീഡിയോ പിന്നീട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നതാണ്. മഹാക്ഷേത്രങ്ങൾ സന്ദർശിച്ചാൽ മനുഷ്യന് പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുന്നതാണ്. ദശാസന്ധി ദോഷങ്ങൾ
പൂർവജന്മ പാപങ്ങൾ എന്നിവ നീങ്ങാൻ ഇത്തരം സന്ദർശനങ്ങൾ നമ്മെ സഹായിക്കും. മാനസികവും ശാരീരികവുമായ മികവും നമുക്ക് നേടിത്തരാൻ ഉപകരിക്കുന്നതാണ്. നല്ല മനസ്സോടും ദേഹശുദ്ധിയോടും കൂടിയാകണം സന്ദർശനം എന്ന് മാത്രം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സാധാരണ ആരും തന്നെ പറഞ്ഞു തരാത്ത ഒരു കാര്യം, സമാധിക്ഷേത്രങ്ങൾ മേൽ സൂചിപ്പിച്ച രീതിയിൽ നാം സന്ദർശിച്ചാൽ സൂക്ഷ്മതലത്തിലും നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ്. അത് നമ്മെ ക്രമേണ മോക്ഷമാർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഈ പറഞ്ഞതെല്ലാം മഹാപുണ്യാത്മാക്കളുടെ വചനങ്ങളാണ്. അവരുടെ വാക്കുകൾ അഥവാ അരുൾമൊഴികൾ ഒരിക്കലും പാഴാകുകയില്ല. 1000 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനേക്കാൾ പുണ്യം ഒരു മഹാസമാധി സന്ദർശിക്കുന്നതാണ് എന്ന് ഒരു മഹാപുരുഷൻ അരുളി ചെയ്തിട്ടുള്ളത് ഇവിടെ എളിമയോടെ സ്മരിക്കുന്നു. ഓരോ ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠയ്ക്ക് അനുസരിച്ചും നിർദ്ദേശിച്ചിട്ടുള്ളതുമായ രീതിയിൽ തൊഴുതുമടങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിളക്കു തെളിയിക്കുവാൻ ചെറിയ അളവിലാണെങ്കിൽ പോലും ശുദ്ധമായ നെയ്യ് ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിനും മനഃശാന്തിക്കും ഒപ്പം അന്തരീക്ഷത്തിനും ഗുണം ചെയ്യുമെന്നുള്ള സത്യം മനസ്സിലാക്കുക. എല്ലാം ആദ്യം രൂപപ്പെടുന്നത് നമ്മുടെ മനസ്സിലാണ്. പിന്നീടാണ് അത് പ്രാവർത്തികമാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നിഷ്കളങ്കതയ്ക്ക് അമിത പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു സത്യം പറയട്ടെ. തൻ്റെ ഹൃദയത്തിലാണ് സദ്വസ്തുവായ ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് എല്ലായ്പ്പോഴും വിചാരം ചെയ്യുന്നവന് അങ്ങനെ തന്നെ അനുഭവം ഉറയ്ക്കും. പിന്നീട് താൻ തന്നെയാണ് ഈശ്വരൻ എന്നും ബോധമുണരാൻ ഇതിടവരുത്തും. ഇതുതന്നെയാണ് മഹാസിദ്ധപുരുഷന്മാർ പറയുന്ന എല്ലാം തീർന്ന നില. മനുഷ്യജന്മത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇതുതന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പറയുന്നു. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്തേ. ഓം ഗുരുഭ്യോ നമഃ.